ലെഗ് പീസ് കിട്ടുമെന്ന് നോക്കട്ടെ. കോറിക്കെന്തിനാ വേറെ കാല് ബിരിയാണി സീസണിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് എത്തിയിരിക്കണം. ബിരിയാണി വാലയിലും ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ട്, അതുപോലെ തന്നെ കുട്ടൻ ദം ബിരിയാണി ഉണ്ട്, നെയ്ച്ചോറ് പള്ളിക്കറി ഉണ്ട്, നെയ്ച്ചോറ് ചില്ലി ഉണ്ട്. നല്ലൊരു ബിരിയാണി കഴിക്കാൻ വന്നാ പക്ഷേ സമയം കുറച്ച് വൈകിപ്പോയി. വൈകുമല്ലോ, ഏറൊന്ന് ഇറങ്ങിയിട്ട് വരണ്ടേ. നമ്മുടെ ഒന്നാമത്തെ ഔട്ടായിട്ട് വരുന്നത് ലൊക്കേഷൻ വരുന്നത് ദേശമംഗലം അവിടെയാണ്. പിന്നെ നമ്മുടെ ഇവന്റാണ് പരിപാടി. അപ്പോൾ നമ്മുടെ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഫുഡെല്ലാം അവിടെ എത്തിക്കാൻ ഒരു സംസ്ഥാനം നമ്മൾ ചെയ്തു. സമയം വൈകി വന്നെങ്കിലും ബിരിയാണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇവരുടെ സ്പെഷ്യൽ കുട്ടൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ചിക്കൻ ബിരിയാണി പറഞ്ഞു. മാത്രമല്ല ഇവരുടെ സ്പെഷ്യൽ കോംബോ ആയിട്ട് നെയ്ച്ചോറും പള്ളിക്കറി. ബീഫ് ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര സോഫ്റ്റ്. ബീഫല്ല, കുട്ടനാണ്. ഞാൻ ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോഴും എനിക്ക് ട്രൈ ചെയ്യാൻ തോന്നിയത് നെയ്ച്ചോറും പള്ളിക്കറിയും. ചിക്കന് വരെ ഭയങ്കര സോഫ്റ്റ് കേട്ടോ, ഭയങ്കര രസമായിരുന്നു. നല്ല സ്പൈസ് ഫ്ലേവർ ഉണ്ട് കേട്ടോ ഈ പള്ളിക്കറിക്ക്. കുട്ടൻ ബിരിയാണി ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര സോഫ്റ്റ് മീറ്റ്. എന്നിട്ടാ ലൊക്കേഷൻ പറയണ്ടേ? അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വാണിയംകുളം പാതിപ്പാറയിലാണ്.